ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സ്വർണ്ണഗീതം എന്ന രീതിയിലാണ് പറഞ്ഞത്. ശൗലിന്റെ മുൻപിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത് ആമീൻ. എന്റെ അതാണ് വിഷയമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ദൈവിക അഭിഷേകമുള്ളവരാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. എന്നാൽ അതിനെല്ലാം നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം പിന്മാറിപ്പോകാതെ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ആമീൻ അതിന്റെ പ്രധാനമായിരിക്കുന്ന വിഷയം. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ആമീൻ. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവമുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആമീൻ മറ്റു പലരിലും ആശ്രയിക്കുക, അതൊന്ന് പരിഹരിക്കുക, അത് പരാജയത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാർ. അപ്പോൾ സഹായിക്കാൻ മനുഷ്യപുത്രന്മാർ കഴിയത്തില്ല. ലോകത്തിലെ മനുഷ്യന്റെ സഹായങ്ങളെല്ലാം ഒരു പരിധിവരെയുള്ളൂ. പക്ഷേ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുടെ അരുതേ, നിങ്ങൾ പ്രഭുക്കന്മാരിൽ എന്ത് ചെയ്യരുത്, ആശ്രയിക്കരുത് എന്ന് ഓർക്കണം. എന്നാൽ നമ്മളെ വിടുവിക്കുവാൻ കഴിയും നമ്മുടെ ദൈവത്തിന്. ആ വലിയ പ്രത്യാശ ഏത് വിഷയത്തിലും നമ്മെ ഉച്ചരിക്കുവാനും വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു മേഖലയിലും, അത് സമുദ്രത്തിന്റെ അടിയിലായിരുന്നാലും ഭൂമിയുടെ അറ്റത്തായിരുന്നാലും മനുഷ്യൻ ചെന്നെത്താത്ത ദേശത്തായിരുന്നാലും കാരാഗ്രഹത്തിന്റെ അകത്തായിരുന്നാലും മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നാലും ആമീൻ, അവിടെയെല്ലാം നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ ഒരു വലിയ ഉറപ്പ് നമുക്കുണ്ടാകണം. വായിച്ചത് ഇങ്ങനെയാണല്ലോ അതിന്റെ ഒന്നാമത്തെ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപ എടുത്തു പറയുകയാണ്. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയാ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ആമീൻ. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിന്റെ ചിറകിനിടലിൽ ശരണം പ്രാപിക്കുന്നു. വലിയ ആപത്തിന്റെ മുമ്പിലാണ് ഈ പ്രാർത്ഥനാസ്വരമായി സങ്കീർത്തനം വന്നിരിക്കുന്നത്. ഇത് വലിയ ആപത്തിൽപ്പെട്ടിരിക്കുക. ഈ ആപത്തിൽ നിന്ന് നീ എന്നെ എന്ത് ചെയ്യണം, രക്ഷിക്കണം. അതിനുവേണ്ടി ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ആമേൻ. എന്നിട്ട് താൻ ഒന്നുകൂടെ ദൈവത്തെ ആഴമായി ഒന്നുകൂടെ പറയുകയാണ്, പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അടുത്ത കാര്യം പറയാം, എനിക്ക് സകലവും നിർവഹിച്ചു. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. രാജാവാണ് തനിക്കെതിരെ വന്നിരിക്കുന്നത്. രാജാവും രാജ്യത്തിന്റെ സൈന്യവും, രാജ്യം ഭരിക്കുന്ന രാജാവും തന്റെ സൈന്യവും, ഏതാണ്ട് 3000-ഓളം സൈന്യങ്ങൾ തന്നെ പിടിക്കുവാൻ വേണ്ടി രാജാവ് ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. താൻ ഏകദേശം മാമിൻ മരണത്തെ മുഖാമുഖങ്ങൾ. വേറൊരു വ്യാഖ്യാനത്തിൽ പറയുന്നത് താൻ മരണവുമായി ഒരു മുഴം മാത്രം, ഒരടി മാത്രം മാമിൻ അകലത്തിൽ എത്തിയിരിക്കുമ്പോൾ അവിടെയാണ് പറയുന്നത്, രാജാവുണ്ട്, രാജാവിന്റെ മുകളിൽ അത്യുന്നതനായ ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. രാജാക്കന്മാരുടെ മുമ്പിലും അധികാരസ്ഥന്മാരുടെ ഒക്കെ മുകളിൽ ഉള്ള ആളാണ് നമ്മുടെ ദൈവം. ദൈവം ഉന്നതനാണ്, ആമേൻ, അത്യുന്നതനാണ്. ദാനിയേൽ പ്രവചനത്തിലൊക്കെ കാണുന്ന അങ്ങനെയാണല്ലോ. ഒരു ഉന്നതന് മീതെ എന്തുണ്ട്, ഉന്നതനുണ്ട്, അത്യുന്നതനുണ്ട്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. നാം സേവിക്കുന്ന ദൈവം. എന്തുകൊണ്ടാണ് നാം ഇവരിൽ ആശ്രയിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഇതിനേക്കാൾ ഉന്നതനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് അത്യുന്നതനാണ്. ആമീൻ. അവൻ സകല കാര്യവും എന്ത് ചെയ്യും, നിർവഹിക്കുന്ന ദൈവമാണ്. കേട്ടോ, അവിടെ പറയുന്നത് വലിയൊരു വാക്കാണ്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ. പ്രിയമുള്ളവരെ, നമ്മെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വേണ്ടി നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നമ്മൾ വിട്ടുപോകരുത്. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് കർത്താവിന് ഓരോ സമയങ്ങളും അറിയാം. അതത് സമയങ്ങളിൽ സകലവും കർത്താവ് എന്ത് ചെയ്യുന്നു, ചന്തവും ഉചിതവുമായി നടത്തിത്തരുന്നത്. നാം പരിധിക്കപ്പുറമായി നാം നിരാശപ്പെടരുത്. പരിധിക്കപ്പുറമായി ചിന്തകൾ ഇട്ട് നാം വ്യാകുലപ്പെടരുത്. കാരണം നമ്മെ ആമീൻ സകല വിഷയത്തിലും നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് ആപത്തുകളാകട്ടെ, ശത്രുവിന്റെ മുൻപിൽ അകപ്പെട്ട വിഷയമാകട്ടെ,
പ്രതികൂലങ്ങളാകട്ടെ, ആമീൻ, നമ്മുടെ കൃഷികാര്യങ്ങളിൽ, ആമീൻ, അങ്ങനെയുള്ള പച്ചപ്പുഴുവോ വിട്ടിലോ ഒക്കെ വന്നാലും അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ കർത്താവാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, തന്നെ മഹാസൈന്യമായിരിക്കുന്ന വെട്ടുക്കിളിയെ ദൈവം എന്ത് ചെയ്യും? ശാസിക്കും. ആ വെട്ടുക്കിളി ദൈവത്തിന്റെ മഹാസൈന്യമാണ്. ആമീൻ, അതിനെ ദൈവം ശാസിക്കും. നമ്മൾ ശാസിക്കാൻ പോകുന്നില്ല, ദൈവം അതിനെ ശാസിപ്പാനിടയാകും. ആമീൻ, യോനയ്ക്ക് തണലായിരുന്നിരിക്കുന്ന ആവണക്കിനെ ദൈവമാണ് കൽപ്പിച്ചാക്കിയത്. പെട്ടെന്ന് വളർന്ന് അവന് തണലായി. അവനല്പം ആശ്വാസമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ കൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ കുത്തി ഉണക്കിക്കളവാനിടയായി. അപ്പോൾ ദൈവം കൽപ്പിച്ചാൽ, ആമീൻ, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം. സകല ജീവജാലങ്ങളും ആരെ അനുസരിക്കും? ദൈവത്തെ. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ രാവിലെ ഈ വാദ്യാലയം 5-ാം കുറിച്ചിട്ടുണ്ട്. ഒരു കുറിച്ച് എഴുതിയ മടക്കത്തി പിള്ളേര് കയറുന്നതിനുണ്ടാണ് ആ ഈ കമ്മിയോട് ചോദ്യം. ഞാനിപ്പോൾ എനിക്കുള്ളത് എനിക്കറിയാം. കമ്പി വഴി എന്തെങ്കിലും കയറുമ്പോഴത്തേക്ക് എന്നെ നോക്കും. എന്നിട്ട് ആ മേളിൽ കയറി ഒരു നോട്ടം നോക്കും. ഈ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു 3-ാമത്തെ കയറ്റം കയറിയപ്പോൾ ഞാൻ മുഞ്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് പോകണം. എന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ മുമ്പ് നോക്കിയപ്പോൾ എൻ്റെ ഒരു അത്ഭുതം. കുറച്ച് കഴിയുമ്പോൾ മുഞ്ചക്കുഞ്ഞിനെ എടുത്തോണ്ടാകും. ഞാനിങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന് ഇതിനൊക്കെ എന്തുണ്ട്? മനസ്സിലാക്കാൻ തിരിച്ചറിയുണ്ട്. നമ്മളോട് തിരിച്ചറിയുന്നില്ല. സംസാരിക്കുന്ന അതിന്റെ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ മുഞ്ചക്കുഞ്ഞിനെ എടുത്തു. ഞാനിവിടെ ഇതിന്റെ മുഞ്ചക്കുഞ്ഞിനെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന സകല ജീവജാലങ്ങളെ പറ്റി, സമുദ്രത്തിലെ വലിയ മത്സ്യമായിരിക്കുന്ന തിമിംഗലത്തോട് പറഞ്ഞു, എന്റെ ഭക്തൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇപ്പോൾ അവരെടുത്ത് കടലിലേക്കിടും. മറ്റു മൃഗങ്ങൾ അവനെ ആക്രമിക്കരുത്. മറ്റു മൃഗങ്ങൾ, സ്രാവുകളൊന്നും മറ്റ് തിമിംഗലങ്ങളൊന്നും വന്നെന്ത് ചെയ്യരുത്? അവനെ കടിച്ചു കീറരുത്. നീ ഒരു സംരക്ഷണ കവചമൊരുക്കി നീ അവനെ നിന്റെ വായ്ക്കുള്ളിൽ എന്ത് ചെയ്തോളണം? ഒതുക്കിക്കൊള്ളണം. കേട്ടോ, ഒരു കാര്യം ചിന്തിച്ച് വൈകി എടുത്ത് അങ്ങോട്ട് ഇട്ട കൂട്ടത്തിൽ ഒരു സ്രാവ് വല്ലതും തൊട്ട് കഴിഞ്ഞാൽ എത്ര കഷണമായി തീരുമെന്നറിയാം. ചില പൊക്കത്തിലൊക്കെ പറക്കുന്ന വലിയ പക്ഷികളിൽ പോലും 4-5-10 അടിയൊക്കെ കിടന്ന് മീനൊക്കെ ചാടിപ്പിടിക്കും. സ്വന്തം എത്ര, അതാണ് ഇതിന്റെ പവർ. അതാണ്. എന്നാൽ ഈ വലിയ മത്സ്യത്തിന്റെ വായിലേക്ക് ദൈവം കൽപ്പിച്ചു, ഒരുത്തം വീഴുന്നുണ്ട്, പിടിച്ചോളാം. അവനെ എന്ത് ചെയ്തു? അവന്റെ ആ വായിക്കുള്ളിൽ ഒതുക്കി ആമീൻ പൂങ്കാമി സമുദ്രത്തിന്റെ അടിയിലേക്ക്. എന്നിട്ട് ദൈവമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയൊക്കെ ഉണ്ടായി. ഞാൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയോ എന്നൊക്കെ തനിക്കൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. മത്സ്യത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. തനിയെ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് നിയന്ത്രണം മാറി ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, ആ കരയിലേക്ക് ഈ യോനെ കൊണ്ടുവന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നാം ചിന്തയിലേക്കൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവർത്തനം. നമ്മളൊന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വ്യാകുലപ്പെടുന്നവരാണ്. മനുഷ്യരായതുകൊണ്ട് നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷെ അതൊന്നും ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. അത് മറന്നു പോകരുത്. സകലത്തെ നിയന്ത്രിക്കുന്നവനവൻ നമ്മുടെ കർത്താവാണ്. സമുദ്രത്തിലെ വലിയ മത്സ്യത്തെ നിയന്ത്രിച്ച് കൽപ്പിച്ചു, യോന വരുന്നുണ്ട്, യോനയെ താങ്ങിക്കൊണ്ട്. ആമീൻ അവനെ ഉൾക്കൊള്ളുവാനിടയായിച്ചു. ആമീൻ അതിനുശേഷം ആമീൻ എന്ത് ചെയ്തു? അവൻ ആഗ്രഹിച്ച, ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, അവനെ ആ കരയിലേക്ക്, നിലവിലേക്ക് കൊണ്ടുവന്ന് അവിടേക്ക് ഇടുവാനിടയായി. ദൈവത്തിന് ഒരു പുഴുവിനോട് കൽപ്പിച്ചിട്ട് ആമീൻ ചില വൃക്ഷങ്ങളെ ഉടക്കിക്കളയാൻ കഴിയും. നാം ചിന്തിക്കും ചിലതൊക്കെ നമുക്ക് തണലായി നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം അതിലേക്ക് ആശ്രയിക്കുമെന്ന് കാണുമ്പോൾ ദൈവം ചിലതിനെയൊക്കെ ഉടക്കിക്കളയും. നാം ചിലതിലൊക്കെ ആശ്രയിച്ച് അവിടെ ഉറച്ചു
നിൽക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള മേഖലകളിൽ നാം ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി തീരുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം ആ താൽക്കാലികമായിരിക്കുന്ന തടല് കൊടുത്തപ്പോൾ അതിൽ ആശ്രയിച്ചു. വളരെ സന്തോഷമായി യോനെ അവിടെ ഇരിക്കുമ്പോൾ തന്റെ ദൗത്യം പറഞ്ഞ യോനയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതിന് വേണ്ടി മുഴുവനെ അയച്ച ആ മരത്തെ ആവണക്കിൽ എന്ത് ചെയ്തു? ഉണക്കി കുത്തിക്കളഞ്ഞു. ഉണങ്ങി കുത്തിക്കഴിഞ്ഞപ്പോൾ അത് ഒഴിഞ്ഞു പോയി. ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു. സ്വന്തമായിട്ടിരിക്കാനുള്ള അറിഞ്ഞു. ആമീൻ. അവിടുന്നാണ് ദൈവം അവനോട് വ്യക്തമായി അവനെ കുറിച്ചുള്ള ദൗത്യം ഒന്നുകൂടെ ഓർമ്മിക്കുവാൻ. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ നാം ചിലതിലൊക്കെ സന്തോഷമായി ഒരു സമാധാനത്തോടേക്ക് ഇരിക്കുമ്പോൾ നാം അവിടെ ഇരുന്ന് ഒതുക്കപ്പെടുമെന്ന് കണ്ടാൽ ദൈവം ഒരു പക്ഷെ അങ്ങനെയുള്ള വഴികളെ ദൈവം അടച്ചേക്കാം. അങ്ങനെയുള്ള നന്മകളെ ദൈവം ഒരു പക്ഷെ അടയ്ക്കും. നാം വളരെ നിരാശപ്പെടും, നാം വളരെ ക്ഷീണിച്ചു പോകും. എന്താണ് അങ്ങനെ വരുന്നതൊക്കെ എന്ന് നാം ദൈവത്തോട് പോലും ചിലപ്പോൾ ദേഷ്യപ്പെടാനിടയായി തീരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ കൊണ്ട് തീരുമാനമുള്ളതല്ല നമ്മുടെ ദൗത്യം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി. ഒരുപക്ഷെ മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ മോശയ്ക്ക് വേണമെങ്കിൽ അവിടെ ആ ദേശത്ത് ഫറവോന്റെ പുത്രിയായി വളർന്ന് ഒരുപക്ഷെ അടുത്ത രാജസ്ഥാനത്തേക്ക് വന്ന് ആ രാജ്യം ഭരിക്കുന്ന ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഈ അവിടുത്തെ സകല അഭ്യാസങ്ങളെല്ലാം ട്രെയിൻ ചെയ്ത് അവിടുത്തെ സകല കലകളിലും സകല പഠനങ്ങളിലും ആയുധ കലകളിലൊക്കെ നിപുണനായി ശ്രേഷ്ഠനായി കഴിവ് തെളിയിച്ച വ്യക്തിയാണ് മോശ. മോശയ്ക്ക് അവിടെ ഒരുപക്ഷെ നിന്നേക്കാം. പക്ഷെ സാഹചര്യങ്ങളെ ദൈവം പെട്ടെന്ന് മോശയ്ക്ക് വിരോധമാക്കി. ഒരുവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വേറൊരുവനുമായി എബ്രായനുമായി ഉണ്ടാകുന്ന തർക്കത്തെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള ചോദിച്ചപ്പോൾ അവനോട് എതിർത്ത് കഴിഞ്ഞപ്പോൾ അവൻ നടിച്ചതേ ഉള്ളൂ, അവൻ മരിച്ചുപോയി. അവിടെ വിട്ട് ഈ കാര്യം പിന്നെയും സഹോദരന്മാർ തമ്മിലുണ്ടായപ്പോൾ അവരുടെ ഇടയ്ക്ക് നിന്ന് പരിഹരിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, നീ മറ്റവരോട് ചെയ്ത് ഞങ്ങൾ കണ്ടു, അതുപോലെ ഞങ്ങളോട് ചെയ്യാൻ വരികയാണോ എന്ന് ചോദിച്ച് അവിടെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മോശയ്ക്ക് അവിടെ വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. പകൽ മറക്കരുത്, ചില മേഖലകളിൽ ചില വിഷയങ്ങളിൽ നമുക്ക് താങ്ങും തണലും എന്നൊക്കെ കരുതുന്ന ചില മേഖലകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അത് യാദൃശ്ചികമല്ല, ദൈവത്തിന്റെ പദ്ധതി അതിലുണ്ട്. കാരണം നമ്മൾ അവിടെ ഇരുന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മളെ വളർത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയത്തില്ല. നാം ഇസ്രായേൽ ജനത്തെ കുറിച്ച് സ്തെഫാനോസിന്റെ മരണം ഇല്ലായിരുന്നുവെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ അപ്പോസ്തലന്മാരിൽ വെളിപ്പെടാത്ത നിലയിൽ അപ്പോസ്തലന്മാർ യെരൂശലേമിൽ തന്നെ ഇരുന്ന് സഭയുടെ വർദ്ധനവ് കണ്ട് അവിടെ സ്വസ്ഥതയോടെ ഇരുന്നേനെയും. പക്ഷേ സ്തെഫാനോസിന്റെ മരണമാണ് അവനെ അവിടുന്ന് ചിതറിപ്പാനിടയായത്. സ്തെഫാനോസിന്റെ മരണം അവിടെ നടന്നില്ലെങ്കിൽ 3000 5000 അങ്ങനെ സഭ മൾട്ടിപ്ലൈ ചെയ്ത് 2 ലക്ഷത്തിലൊക്കെ അധികമായി ഒരു വലിയ കൂട്ടമായി സഭ യെരൂശലേമിൽ മാത്രം വളർന്ന് സഭ യെരൂശലേമിൽ ഒതുക്കപ്പെട്ടേക്കാം. നമ്മൾ ചിന്തിക്കും അതല്ലേ ഇവിടെ വളരുന്നുണ്ട്, പദ്ധതി അതല്ലേ നല്ലതെന്നൊക്കെ ചിന്തിക്കുമ്പോ ഇന്ന് പകൽ ദൈവവേദനയെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓർപ്പിക്കുന്നത് നാം ഓർക്കുക. ദൈവം അവരോടുള്ള വാഗ്ദത്തം എന്താണ്? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. യെരൂശലേം കൊണ്ട് ആ വാഗ്ദത്തം അവിടെ കൊണ്ട് ഒതുക്കപ്പെട്ടേക്കാം. കണ്ടോ, യെരൂശലേമിൽ ഒതുങ്ങി ദൈവത്തിന്റെ വാഗ്ദത്തമാണ് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. ആ വാഗ്ദത്തത്തിന് ഒരുപക്ഷെ വിരോധമാണ് അവർ യെരൂശലേമിലെ വർദ്ധനവ് കണ്ട് യെരൂശലേമിലെ സമാധാനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ സ്തെഫാനോസിനെ കൊല്ലുവാനുള്ളൊരു പദ്ധതി അവിടെ ആവിഷ്കരിക്കാനിടയായി. സ്തെഫാനോസിന്റെ മരണ നിമിത്തം
ഇവർ ഭയന്ന് ചിതറി ലോകത്തിന്റെ ഭയഭാഗത്തേക്ക് പോയി. അവർ ചിതറിപ്പോയ സ്ഥലങ്ങളിലെല്ലാം വചനം പ്രസംഗിച്ചു. അവിടെ വചനം പരന്നു. അവിടെയെല്ലാം സഭകളും ഉണ്ടാകുവാനിടയായി. നമ്മൾ ചിന്തിക്കും എന്തോ ഇടപാടായിരുന്നു, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലയിലാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് വേണോ സഭകൾ വർദ്ധിക്കുവാൻ, സഭകൾ ഉണ്ടാകുവാൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മളുടെ തിരിച്ചുള്ള ചോദ്യങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കൾ മറക്കരുത്, ആമേൻ, നാം ആഗ്രഹിക്കുന്നത് പോലെ നാം ചിലതിലൊക്കെ സ്വസ്ഥത അനുഭവിച്ച്, നാം ചിലതിലൊക്കെ സന്തോഷം കണ്ട്, നാം ഒരു സമാധാനമുള്ള ഒരു സ്വസ്ഥതയുള്ള മേഖലകളെ ആയി അവിടെ കണ്ട് നാം മുന്നേറുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടാതെ വരുമ്പോൾ ദൈവം ഒരുപക്ഷെ ആവണക്കിന് ഉണക്കിയതുപോലെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കപ്പൽ യാത്ര ചെയ്ത് കയ്യിലെ പണം കൊടുത്തു പോയ യോന ആരുടെയും കയ്യിൽ നിന്ന് പണം മേടിക്കാതെ സ്വന്തം കയ്യിലെ പണം കൊടുത്ത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി കടന്നുപോയ വേറൊരു സ്ഥലത്ത് പോയി സുവിശേഷം അറിയിക്കാൻ പോയ യോന, ആ യോനയെ കടലിന്റെ നടുവിൽ വെച്ച് തന്നെ പിടിച്ച് അവർക്കൊക്കെ തോന്നി മറ്റുള്ളവർക്കൊക്കെ അല്പസമയത്തേക്ക് കപ്പൽ യാത്രക്കാർക്കും കപ്പലിലെ ചരക്കുകളും ഒക്കെ കടലിൽ ഇട്ട് കളഞ്ഞ് കടലിനെ സമുദ്രത്തിൽ പടകിന്റെ കപ്പലിന്റെ നിയന്ത്രണം ഒന്ന് മാറ്റുവാൻ നോക്കി. എല്ലാവരും വളരെ ആഗ്രഹപ്പെട്ടിരിക്കുന്ന സമയത്തും പ്രിയമുള്ളവരെ ഓർക്കുക, ചില നഷ്ടമൊക്കെ മറ്റുള്ളവർക്ക് വന്നുവെങ്കിലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എത്തിക്കേണ്ടവരെ ദൈവത്തിപ്പാനിടയാണ്. ഇല്ലെങ്കിൽ കടലിൽ കാറ്റുണ്ടാകാതെ, പ്രകൃതിക്ഷോഭം ഉണ്ടാകാതെ, ഉണ്ടാകാതിരുന്നുവെങ്കിൽ സാമാന്യങ്ങൾക്കിടയിൽ ഉറങ്ങിക്കിടക്കുന്ന യോനെ അതുപോലെ കിടന്ന് വേറൊരു ദേശത്ത് ചെന്ന് താർസീസിൽ ചെന്ന് താൻ അവിടെ കൊണ്ട് ഒതുങ്ങുമായി. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതി നാം നിലയ്ക്കുന്നത് പോലെ നാം ചില മേഖലകളിൽ സുരക്ഷിതങ്ങൾ ഉണ്ട് എന്ന് കാണുന്ന ചില മേഖലകൾ ഒരുപക്ഷെ അതിൽ തന്നെ നമ്മൾ ആശ്രയിച്ച് ഉറയ്ക്കുമെന്ന് കണ്ടാൽ ദൈവത്തിനൊരു പദ്ധതിയെ ഇളക്കി ദൈവം നമ്മെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. യോനയ്ക്ക് വിരോധമായി ആവണക്കുണങ്ങി, അതുപോലെ തന്നെ കപ്പലിന് പ്രയാസമുണ്ടായി. അതുപോലെ യെരൂശലേമിൽ പാർത്തിരുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഒരു മരണം നിമിത്തം ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറപ്പെട്ടു. ചിതറിപ്പോയ സ്ഥലങ്ങളിലെല്ലാം അവർ വചനം പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ നിറവേറുവാനില്ല. ആ വാഗ്ദത്തമാണ് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിവേദത്തോളമുള്ള ആ ദൈവിക ദൗത്യം അവിടെ വെളിപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം ചിന്തിക്കുന്ന നിലയിലല്ല നാം ആഗ്രഹിച്ചു പോകുന്ന, നാം ആഗ്രഹിക്കുന്ന ചില സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെ പോകണം എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിൽ വെളിപ്പെടുവാനുള്ള ആ ദൈവകൃപയും നാം പ്രാപിപ്പാനുള്ള നന്മകളും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുകയില്ല. അപ്പന് വളരെ വാത്സല്യം ഉള്ള മകനാണ് ആര്? യാക്കോബ്, ജോസഫ്. ജോസഫ് വിലയേറിയ അങ്ങനെയാണ് മറ്റു സഹോദരങ്ങൾക്ക് കൊടുക്കാത്തതാണ് ഈ മകന് കൊടുത്തത്. അങ്ങനെ വളരെ സ്നേഹിക്കുന്ന മകൻ. പക്ഷേ യാദർച്ഛികം എന്ന് പറയാം നമുക്ക്, പക്ഷെ അത് ദൈവിക പദ്ധതിയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും യാദർച്ഛികമായിട്ടുണ്ടാകുന്നതല്ല. ദൈവത്തിന്റെ മുമ്പിലുള്ളതെല്ലാം എല്ലാം കൃത്യമായ പ്ലാനും പദ്ധതിയുമാണ്. എവിടെ എന്തെല്ലാം നടക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യം നടക്കണമെന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അത് അപ്രകാരം തന്നെ ദൈവിക പദ്ധതിയിൽ പോകുന്ന ദൈവമക്കളുടെ മേൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെയെങ്കിൽ യാക്കോബ് വളരെ സ്നേഹിച്ചിരുന്ന മകനാണ്. അവനെയാണ് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമത്തിനായൊക്കെ വിടുമ്പോൾ അവനെ അവർ പിടിച്ച് കൊട്ടക്കിണറ്റിലിട്ടിട്ട് ഒരുവൻ മനസ്സിൽ തോന്നിട്ട് കൊല്ലണ്ട എന്ന് പറഞ്ഞ്
ഇസ്രായേൽ വ്യാപാരിക്ക് എന്ത് ചെയ്തു? വിൽക്കുവാനിടയായി. ആ വിറ്റത് കൊണ്ട് യോസഫ് കണ്ട സ്വപ്നം ഈ അപ്പന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അത് വെളിപ്പെടുകയും. കാരണം ഈ അപ്പന്റെ വീട്ടിൽ സഹോദരങ്ങൾ ഒന്നും യോസഫിന്റെ സ്വപ്നത്തെ എന്ത് ചെയ്തില്ല, അംഗീകരിക്കുന്നവരല്ല. സ്വപ്നക്കാര എന്നുള്ള വൈരാഗ്യം അവരോടുണ്ടായി. അപ്പൻ കൂടുതലായി സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വെറുപ്പും അവനോടുണ്ടായി. അതാണ് അവനെ കൊല്ലുവാൻ ഇടയാക്കുന്നത്. ആമീൻ. അങ്ങനെയെങ്കിൽ യോസഫ് യാക്കോബിന്റെ കൂടെ നിന്നിരുന്നു. യാക്കോബിനോടുള്ള ഒരു ദേശത്തിന്റെ പരമാധികാരിയായി തീരേണ്ടവൻ അപ്പന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു കാലത്തും ആകുകയില്ല. ഇന്ന് പകൽ നാം തിരിച്ചറിയണം, ചിലതൊക്കെ തിരിച്ചറിയണം, ചിലതൊക്കെ മനസ്സിലാകണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ സംഭവിക്കുമ്പോൾ, നമുക്ക് വേദനയുള്ള ചിലത് സംഭവിക്കുമ്പോൾ, നമ്മെ സങ്കടപ്പെടുന്ന ചിലതൊക്കെ സംഭവിക്കുമ്പോൾ അതിലൊന്നും ഭാരപ്പെടരുത്. അതിനകത്തൊരു ദൈവപദ്ധതിയുണ്ട്, അതിനകത്ത് ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്, അതിനകത്ത് ദൈവത്തിന് വ്യക്തമായ ചില പരിപാടികളുണ്ട്, കാര്യപരിപാടികളുണ്ട്. അതിനനുസരിച്ച് ഈ ദിവസങ്ങളിൽ ചുവടുകൾ വെക്കട്ടെ. ദൈവം നമ്മളുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുക തന്നെ ചെയ്യും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. യാക്കോബിന്റെ കൂടെ യോസഫ് നിന്നിരുന്നെങ്കിൽ വീട്ടിൽ മാന്യമായിട്ട് അവന് സംരക്ഷണവും ഭക്ഷണവും വിശേഷമായിരിക്കുന്ന വസ്ത്രങ്ങളും വിലയൊക്കെ കൊടുത്ത് മാന്യതയോടെ അവിടെ ഇരിക്കാമായിരുന്നു. എങ്കിലും അപ്പനും അമ്മയും പോലും അവന്റെ സ്വപ്നത്തെ വേണ്ട വിധത്തിൽ ഗവനിച്ചില്ല. സഹോദരന്മാർക്ക് അവനോട് വൈരാഗ്യമാണ് ഉണ്ടായത്. പക്ഷേ ദൈവത്തിനറിയാം, ഇവിടെ നിന്നാൽ യോസഫ് കണ്ട സ്വപ്നം പ്രാവർത്തികമാകിയില്ല. അതിന് മിസ്രൈമിൽ എന്ത് ചെയ്യണം? പോയേക്കത്തുള്ളൂ. അതിനുള്ള ചില വഴികളൊക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നാം 80-81 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു യോസഫിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? യോസഫിനെ ആട്ടിൻകൂട്ടത്തെ പോലെ ചെയ്യുക നടത്തുന്നത്. യോസഫിനെ നടത്തുന്നത് ചെറിയ ഇടിഞ്ഞു നടക്കാൻ പറ്റുന്ന ആടിനെ നടത്തുന്നതല്ല. യോസഫിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ യോസഫിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒരു സൈന്യം പോലെയുള്ള ജനമാണ് യോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? നമ്മെ കുറിച്ച് കാണുന്നത്, മറ്റുള്ളവർ കാണുന്നത് നമ്മളെ ഒരു സാധാരണ വ്യക്തിയായി കാണുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് കാണുന്നത് അങ്ങനെയല്ല. നമ്മളിൽ കൂടെ വെളിപ്പെടുവാനുള്ള ആ ദൈവിക പാക്കേജിനെയാണ് ദൈവം നമ്മളിൽ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നാം വരുംകാലത്ത് അനുഭവിക്കാൻ പോകുന്ന, നമ്മിൽ കൂടെ വെളിപ്പെടാൻ പോകുന്ന, നമ്മളിൽ കൂടെ പുറത്തു വരാൻ പോകുന്ന ആ വലിയ ദൈവിക പദ്ധതികളാണ് ദൈവം നമ്മളിൽ കൂടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയാൽ ഇങ്ങനെ മതിയായിരുന്നു: ആടിനെ പോലെ നടത്തുന്ന യോസഫിനെ. ആടിനെ പോലെ മതിയായിരുന്നു, ഒറ്റയായിട്ട് മതിയായിരുന്നു. ആ യോസഫിനെ കുറിച്ച് പറയുന്നു ആട്ടിൻകൂട്ടത്തെ പോലെ. യോസഫിനെ ദൈവം കാണുന്നത് യോസഫിന്റെ പിറകിൽ ദൈവ പദ്ധതി പ്രകാരം ഒരുക്കപ്പെടുന്ന വലിയൊരു മിസ്രൈമിൽ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ ജനക്കൂട്ടത്തെ, അവരിൽ നിന്ന് പുറപ്പെട്ട് മടങ്ങി ആമീൻ സ്വന്തം ദേശത്തേക്ക് വരുന്ന ആ സഹസ്രം, ആമീൻ 30 ലക്ഷത്തിലധികം ജനവും അവരുടെ മടങ്ങി വരവുമാണ് ദൈവം കാണുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മളും ഇന്നുള്ള വിഷയത്തെയൊക്കെ ഓർത്ത് ആഗ്രഹപ്പെടുകയും സങ്കടപ്പെടും. റൊണാൾഡോ എന്ന് പറയുന്ന വലിയ ഫുട്ബോൾ പ്ലെയർ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. അതിനൊരു സംഭവമുണ്ട്. ഒരു ബാല്യകാലത്ത് പറഞ്ഞ് പട്ടിണിയും ഇങ്ങനെ പട്ടിണിയായിരിക്കുമ്പോൾ അവരൊരു ചെറിയ ഓർഫനേജ് പോലുള്ളൊരു ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ആ സ്ഥലത്ത് അവരെ കുഞ്ഞിന്റെ ചെറിയ പ്രായത്തിൽ 7-8 വയസ്സോടൊപ്പം പോയി അവിടെ ചെല്ലും. അവരെ വിളിച്ച് ഭക്ഷണം കൊടുത്തു. അന്ന് അവരുടെ ശേഷി പുറത്തു. അങ്ങനെ കൊടുത്ത് വളർന്നു. എന്റെ അപ്പൻ ചെറിയ പ്രായത്തിൽ മരിച്ചു. പക്ഷേ അല്പകാലം കഴിഞ്ഞിട്ട് അമ്മ പല വീടുകളിലൊക്കെ ആ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ആ മകനെ വളർന്നത്. അവനെ വളർന്നു വന്നു. അവൻ നല്ല ശക്തനായി ദൈവം അവനെ ഉപയോഗിച്ചു. അവനറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറായി കഴിഞ്ഞപ്പോൾ എന്തായി? $500 കോടി $4 അവൻ എന്തുണ്ട്? ആസ്തി ഉണ്ട്.
കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയ പ്രായത്തിൽ കണ്ടവർക്കാർക്ക് ഇത് പറയാൻ കഴിയുമോ ഇവൻ ഇന്നയാളായി തീരുമെന്ന്? അവസാനമായി വലിയ വീട്ടുമുന്നിൽ മാളികയും ഒന്നുമുള്ള വ്യക്തിയായിരുന്നില്ല. അങ്ങനെയുള്ള ആ വ്യക്തിയെ അന്ന് അവർക്ക് ആഹാരം കൊടുത്ത ആ പ്രിയ ആ മാതാവിനെ, ആ സഹോദരങ്ങളെ, ആ സഹോദരിമാരെ ഇവർ തെരഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുത്ത് കണ്ടപ്പോൾ അവരെ ഒരിക്കൽ കണ്ടെത്തിയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ആ കയ്യിൽ അവർ ചുംബിച്ചിട്ട് ആ രാജ്യത്തുള്ള ഏറ്റവും മുന്തിയ വലിയ ഹോട്ടൽ അവർക്ക് വേണ്ടി അദ്ദേഹം വാങ്ങിച്ചു. ഇല്ലായ്മയുടെ കാലത്ത് കിട്ടിയ അപ്പകഷ്ണത്തിന് അന്ന് അത് കിട്ടിയില്ലെങ്കിൽ വളരെ പരാജയമായി. ആ ഒരു സ്ഥലത്ത് നിന്ന് അന്ന് അവരെ നാം എത്ര ഉയർന്നാലും നമ്മുടെ ശൂന്യതകളിൽ ഇല്ലായ്മകളിൽ നമ്മൾക്ക് കൈത്താങ്ങ് തന്നവരെ നാം മറക്കും. നാം എത്ര ഉയർന്നാലും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ സ്ഥിതിയൊക്കെ മാറും. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളായിരിക്കില്ല ഒരു കാലത്ത് നാം കാണാൻ പോകുന്നത്. അവരിൽ കൂടി വലിയ ദൈവിക പദ്ധതികൾ കാണും. നാം അവരെയൊക്കെ ഇതുവരെ കേവലം അവരാരാകുമെന്നും അറിയാതെ നമ്മൾ ചെറിയതായിട്ടൊക്കെ കാണുമെങ്കിലും നാം ചിന്തിക്കാത്ത നിലയിൽ ദൈവം അവരെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ ഇന്ന് ശോഭിച്ചു നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കണ്ടിട്ടില്ലേ? ലോകത്തിന്റെ ചെസ്സിന്റെ ചാമ്പ്യൻ ആയിരിക്കുന്ന 18 വയസ്സുകാരൻ, അപ്പനൊരു ഡോക്ടറാണ്, അമ്മ മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ മകന്റെ ഉന്നതിക്ക് വേണ്ടി, മകന്റെ കൂടെ സഞ്ചരിക്കേണ്ടതിന് വേണ്ടി അപ്പൻ തന്റെ ജോലി രാജിവെച്ചു. ആ മകന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ആ കാലഘട്ടങ്ങളിൽ വളരെ സാമ്പത്തിക ചെലവുണ്ട്. ഇപ്പോൾ 12 കോടിയോ 11 കോടിയോ രൂപയൊക്കെ പ്രൈസ് മണി കിട്ടും. വേറെ ഗവൺമെന്റിന്റെ ഒക്കെ ഓഫർ വേറെ ഇവിടെ 5 കോടി തമിഴ്നാട് ഗവൺമെന്റ് എടുക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പണം വരും, കോടികൾ ഉണ്ടാകും. അത് വേറൊരു ഭാഗം. പക്ഷേ അവര് വളരെ സാമ്പത്തികമായി കഷ്ടമനുഭവിച്ച സമയത്ത് അവന്റെ മാതാവിന്റെ വരുമാന മാർഗമാണ് അവന്റെ എല്ലാ ചെലവിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കും. കേട്ടോ, എത്ര തീക്ഷ്ണമായ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മെ കാണുന്നു. ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കുറിച്ചും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ കാണുന്നത് എങ്ങനെ? ജോസഫിനെ കാണുന്നത്, ജോസഫിന്റെ കഷ്ടതയും സഹോദരന്മാരുടെ തള്ളിക്കളത്തിലൊക്കെ നോക്കുമ്പോൾ ഏത് ദൈവം, എന്തോ ദൈവം അതെന്ന് തോന്നി. ജോസഫിന് വേണമെങ്കിൽ ഒരു ക്രൂരനായ വ്യക്തിയായി മാറാം. ജോസഫിന് വേണമെങ്കിൽ സഹോദരന്മാരോടും എന്നേക്കുമായിട്ടുള്ള വൈരാഗ്യമുള്ള അവനെ വേറൊരു ക്രൂരനായ വ്യക്തിയാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു കൊലപാതകയാക്കാം, അല്ലെങ്കിൽ അവരെ വല്ല ഗുണ്ടാസംഘങ്ങളിലൊക്കെ എത്തപ്പെടത്തക്ക നിലയിലുള്ള മനോഭാവത്തിലേക്ക് അവന്റെ മനോനിലയെ മാറ്റാം. കാരണം എന്താണ്? തന്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത് ചതി, അപ്പനോട് പറഞ്ഞ കള്ളം, ഞാൻ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഒരു ദയം കാണിക്കാതെ അവരെന്നെ പൊട്ടക്കടത്തിൽ എന്നെ അംഗീകാരം വലിച്ചെടുത്തു. അത് മാത്രമല്ല, അവര് കാല് പിടിച്ചിട്ട് പോലും അവര് മനസ്സിൽ നോക്കി. വ്യാപാരിക്ക് ലഭിച്ചു. താൻ ഓരോ സമയങ്ങളിലും അനുഭവിക്കുന്ന ഈ കഠിനമായിരിക്കുന്ന ജയിൽവാസവും തന്നെ വളരെ മോശമായി ഒത്തിപ്പേരുടെ ഭാര്യ പറഞ്ഞ വാക്കുകളും അത് നിമിത്തമുണ്ടായ ആക്ഷേപങ്ങളും മാനസിക പ്രയാസങ്ങളും സമൂഹത്തിലുണ്ടായിരിക്കുന്ന ആ വലിയ തകർച്ചയും
ഒരു മനുഷ്യനെന്ന നിലയിൽ അവന്റെ അഭിമാനത്തിലേറ്റ ക്ഷതങ്ങളും ഇതെല്ലാം വെക്കുമ്പോൾ ഉള്ളിന്റെ അകത്ത് വൈരാഗ്യം തിളച്ചു പൊങ്ങേണ്ടതാണ്. ഇതിന് കാരണക്കാരായിരിക്കുന്ന സഹോദരങ്ങളോട് എന്നും തീർത്താത്ത പകയുമായിട്ട് മറിയേണ്ട വ്യക്തിയായി തീരാം. ആ വ്യക്തിക്ക് വേണമെങ്കിൽ അതുപോലെ ഒരു ക്രൂരനായി തീരാം. അവൻ ഉണ്ടാക്കുന്ന നന്മകൾ മുഴുവൻ ആ വാശിയോടുണ്ടാക്കിയിട്ട് സഹോദരന്മാരുടെ തകർച്ചയ്ക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച അനേക ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ യോസേഫിനെ കുറിച്ചൊരു ദൈവിക പദ്ധതിയുള്ളവനായതുകൊണ്ട് അവന്റെ അകത്ത് അങ്ങനെ ഒരു വൈരാഗ്യമായ മനസ്സുണ്ടായില്ല. യോസേഫിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായില്ല. അവനെ ചെന്നിടത്തൊക്കെയും മനസ്സലിവുള്ളവനും അവന്റെ സഹോദരന്മാരെ ഒരിക്കൽ കാണുമ്പോൾ പ്രത്യക്ഷമായി അവന്റെ അധികാര പദവി കൊണ്ട് കരയുവാൻ കഴിയാത്തത് കൊണ്ട് രഹസ്യമായി പോയി അവൻ കരയുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മുടെ ഓരോ ജീവിതത്തിന്റെ മേഖലകളിലും നമ്മെ വേദനിപ്പിച്ചവർക്കാണ്, നമ്മുടെ നന്മകളെ മുടക്കിയവർക്കാണ്, മനഃപൂർവ്വമായി നമ്മെ അവഗണിച്ചവർക്കാണ്, മനഃപൂർവ്വമായി നമ്മെ കളിയാക്കിയവർക്കാണ്, നമ്മെ ഭക്ഷണ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടവർക്കാണ്, അല്ലെങ്കിൽ അതേ നിലയിലുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ദൈവവൈതൽ എന്ന നിലയ്ക്ക് നാം ഇന്ന് മുതൽ ചിന്തിക്കേണ്ടത് യോസേഫിനെ പോലെയുള്ള ചിന്തയായിരിക്കണം, യോസേഫിനെ പോലെയുള്ള മനോഭാവമായിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ യോസേഫിനെ പോലെ ആയിരിക്കണം. അങ്ങനെ വന്നാൽ പ്രിയമുള്ളവരെ, ഈ യോസേഫിനെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? ആട്ടിൻകൂട്ടത്തെ പോലെയാണ്. ഒരാട്ടിൻകൂട്ടത്തിന് കൊടുക്കേണ്ട സംരക്ഷണവും, ഒരാടുള്ള വ്യക്തി ഒരാടിനെ ഒരു കയറ് കൊണ്ട് കെട്ടാം. ഈ ആട്ടിൻകൂട്ടത്തെ കെട്ടണമെങ്കിൽ കയറൊക്കത്തില്ല. ഇതിന് ഒരു വലിയ സംരക്ഷണമായിരിക്കുന്ന വലിയ വേലി, സംരക്ഷണമായിരിക്കുന്ന വേലികൾ വേണം. ഈ ആട്ടിൻകൂട്ടത്തെ കെട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ കയർ കൊണ്ടൊക്കത്തില്ല. ഒരു കടകളിൽ ഉണ്ടാക്കുന്ന കയർ മുഴുവൻ ഒക്കത്തില്ല. എന്നാൽ അതൊന്നും വാങ്ങിക്കേണ്ട. അതുപോലെയാണ് ദൈവത്തിന്റെ സംരക്ഷണം യോസേഫിനെ കുറിച്ച്. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇവൻ പഠിക്കത്തില്ല, ഇവൻ ശരിയാകത്തില്ല, ഇവൻ ഇവിടം കൊണ്ട് തീരും എന്നുള്ള നിലയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ നന്മ ഞാൻ പ്രാപിക്കും, അവൻ കൊണ്ടുവരുന്ന നന്മകൾ എന്റെ കരത്തിട്ട് ഞാൻ വാങ്ങിക്കും എന്ന് നാം വിശ്വസിച്ച സ്വോത്രം ചെയ്യുവാൻ തുടങ്ങിയാൽ നമ്മുടെ സ്ഥിതികൾ മാറും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ നിങ്ങളുടെ കരയിൽ കൈവച്ച് വാഗ്ദത്തം വാചനം പറയുന്നതിനേക്കാൾ അപ്പുറമായി ഇന്നു പകൽ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റം, നിങ്ങളുടെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ തലമുറയെ കുറിച്ച് വരരുത്. അവരുടെ സ്ഥിതികൾ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. കാരണം നമ്മുടെ സർവ്വ കാര്യവും നിവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവം. അത്യുന്നതനായ ദൈവമാണ്. ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്നുള്ള ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ കുഞ്ഞുങ്ങളുടെ ബാല്യകാല ചാപല്യങ്ങളോ അവരുടേതായ പോരായ്മകളോ ഒന്നും കണ്ട് നാം നിരാശപ്പെടരുത്, നാം ക്ഷീണിച്ചു പോകരുത്, നാം അവരെ പഠിക്കുന്നവരാകരുത്, നാം അവരെ ഉപദ്രവിക്കുന്നവരാകരുത്, നാം അവരെ നിരാശപ്പെടുത്തുന്നവരാകരുത്, നാം അവരെ ഇവരെ കുറിച്ച് മോശമായ വാക്കുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയരുത്. അധ്യാപകരോട് പോലും പറയുമ്പോൾ എന്തോ ചെയ്യാനാണെന്നും അധ്യാപകർ വിളിക്കുമ്പോൾ ഒന്നും നമ്മള് സ്കൂളിൽ മാമിനോടൊന്നും എന്ത് ചെയ്തു പറയരുത്. നമ്മുടെ അകത്തൊരു വലിയ പ്രത്യാശ വേണം. ഇവരുടെയൊക്കെ സ്ഥിതി എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ സ്ഥിതി ദൈവം മാറ്റും. ഇവരുടെയൊക്കെ സാഹചര്യം ദൈവം മാറ്റും. ഇവർ നന്മ പ്രാപിക്കും. ഇവർ ക്ഷീണിച്ചു പോകയില്ല. ഇവർ ഉയർച്ച പ്രാപിക്കും. ഇവരുടെ കൈകൊണ്ട് ഞാൻ നന്മ പ്രാപിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം വരണം. ആ വിശ്വാസത്തോട്
രാത്രികാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ കൈവച്ചുകൊണ്ട് അതേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമീൻ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്ഥിതി മാറ്റും. ആമീൻ. പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിതികൾ മാറും. പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്ഥിതികളെ മാറ്റും. പ്രാർത്ഥനയിൽ കഴിയാത്ത കാര്യങ്ങളില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയും. നിന്റെ കൃഷിയിടങ്ങളിൽ നീ നിരാശയുടെ വാക്കുകൾ പറയരുത്. എത്ര നഷ്ടപ്പെട്ടാലും ഇതിനകത്തുനിന്ന് ദൈവം എനിക്ക് നന്മകൾ തരുവാൻ മതിയായ ദൈവമാണെന്ന് എന്ന നീ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിന്റെ അന്തരങ്ങളിൽ നിന്ന് ആ സ്ഥലങ്ങളിൽ വീഴട്ടെ. നിന്റെ സഭയ്ക്കകത്തെ ആളുകളാണെങ്കിലും ആമീൻ നിന്റെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ വരരുത്. നിന്റെ ഭവനത്തിൽ ഇപ്പോൾ വരുമാന മാർഗം കുറവാണെങ്കിലും അത് കണ്ടിട്ട് നിരാശയുടെ പദങ്ങൾ നിന്റെ അതരത്തിൽ വരരുത്. ദൈവം സ്ഥിതികളെ മാറ്റും. ദൈവം സാഹചര്യങ്ങളെ മാറ്റും. ദൈവം നിന്റെ അവസ്ഥകളെ മാറ്റും. ദൈവം നിന്റെ തലമുറകളുടെ അവസ്ഥകളെ മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് വിശ്വാസത്തോടെ പറയണം. യാവേ. കാരണം നാം സേവിക്കുന്ന ദൈവം, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാ? സർവ്വവും നിർവഹിക്കുന്ന ദൈവം. ആമേൻ. സർവ്വവും എന്താ? നിർവഹിക്കുന്നത്. സർവ്വവും നിർവഹിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള A-to-Z വിഷയങ്ങളെ എന്ത് ചെയ്യും? അത് നിർവഹിക്കുന്നത് ദൈവം. നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയും നടത്തി തരിക. കൃത്യ നിർവഹണം. ആ കൃത്യം എന്ത് ചെയ്യുക? നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഏത് വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കുന്നവനാ ദൈവം. അതിനുവേണ്ടി ദൂതന്മാരോട് കൽപ്പിക്കും. അതിനുവേണ്ടി ദൈവം ദൂതന്മാരോട് കൽപ്പിക്കും. അതിനുള്ള വഴികളെ ദൈവം തുറന്നു തരും. അതിനുള്ള വേദികൾ ദൈവം ഒരുക്കി തരും. അതിനുള്ള സന്ദർഭങ്ങൾ ദൈവം ഒരുക്കി തരും. അതിനാവശ്യമുള്ള കൂട്ടുകെട്ടുകളെ ദൈവം സമയമാകുമ്പോൾ ഒരുക്കും. അതിനാവശ്യമുള്ള വ്യക്തിബന്ധങ്ങളെ ദൈവം തരും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. കാരണം അവന്റെ സന്നിധിയിൽ ഒരു കാര്യത്തിലും മുടക്കമില്ല. നാമായി നെടുവർപ്പിട്ട് നാമായിട്ട് എന്തെങ്കിലും കാര്യം തടുത്തേണ്ടതിന് വേണ്ടി നെട്ടോട്ടം ഓടരുത്. ആ സമയം നാം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. സ്ഥിതികളെ ദൈവം മാറ്റും. പ്രാർത്ഥിച്ചാൽ അന്തരീക്ഷം മാറും. പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും. നിന്നെ ഭാരപ്പെടുത്തുന്ന, വീർപ്പുമുട്ടിക്കുന്ന, നിന്നെ പലപ്പോഴും നിരാശയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. നീ പാർക്കുന്ന ദേശത്തിന്മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ദേശത്തെ അടക്കി വാഴുന്ന ചില ശക്തികൾ നിമിത്തം നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ആമീൻ അസ്വസ്ഥത ഉണ്ടായി. നിന്റെ ശരീരത്തിൽ പലപ്പോഴും ആമീൻ നെഞ്ചിന് വേദന പോലെ വരുത്തി നിന്നെ അസ്വസ്ഥപ്പെടുത്തി നിന്നെ ക്ഷീണിപ്പിച്ച് കളഞ്ഞ് നിന്നെ ഒരു രോഗിയാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ പിന്നിൽ വ്യാപരിക്കുന്ന ആമീൻ ചില ദേശത്തിന്റെ കുടിയിരിപ്പുകളുണ്ട്. ആമീൻ സമീപ ഭവനങ്ങളിൽ ചില കുടിയിരിപ്പുകൾ പോലെയുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതിനുവേണ്ടി വിളക്ക് വെക്കുന്ന ചില മേഖലകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ കാലം മറക്കരുത്. അതിനെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് മുതൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവ സാന്നിധ്യം ഇന്ന് മുതൽ ഈ ആരാധന മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മെ വിടുവിക്കുവാൻ മതിയായ ദൈവമോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് മുതൽ വിശ്വസിക്ക്, നമ്മുടെ ദൈവം സകല കാര്യവും നിർവഹിച്ചു തരും. നമ്മുടെ സകല കാര്യവും ഇന്നുള്ള ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ജീവിതത്തിന്റെ അന്ത്യം വരെ നിൽക്കുന്നതല്ല. വേദപുസ്തകം പറയുന്നത് നിലാവെളിച്ചം അല്ലെങ്കിൽ ചന്ദ്രൻ ശോഭിച്ചു നിൽക്കുമ്പോൾ, കാർമേഘങ്ങൾ എപ്പോഴും ചന്ദ്രൻ ശോഭിച്ചു നിൽക്കുമ്പോഴും ഒരു ഭാഗത്ത് കാർമേഘങ്ങളോ വെള്ളമേഘങ്ങളോ കാണും.
അതിങ്ങനെ ആ മേഘങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാർമേഘത്തിന്റെ ആ മൂടൽ വരുമ്പോൾ ആ വെളിച്ചം അല്പസമയത്തേക്ക് മങ്ങും. നമ്മളാകെ നിരാശപ്പെടും. പക്ഷേ ചന്ദ്രനോടോ ഭൂമിയുടെ സിസ്റ്റം അനുസരിച്ചോ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ചോ ജീവിതകാലം മുഴുവൻ നിൽക്കുകയില്ല. അല്പസമയങ്ങൾ ഒരു കാറ്റടിക്കുമ്പോൾ ഈ മേഘത്തിന്റെ സ്പീഡ് കൂടും. മേഘത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന ആ കാറ്റിന്റെ തള്ളലുകൾ, വെള്ളമേഘങ്ങൾ മുന്നിലോട്ട് പോകുമ്പോൾ മൂടി അവിടെ നിന്ന ആ കാർമേഘമുണ്ടല്ലോ, പുറകിൽ വരുന്ന കാറ്റിന്റെ തള്ളൽ കൊണ്ട് മറ്റു മേഘങ്ങൾ തള്ളിപ്പായിച്ചുകൊണ്ട് ആ കാർമേഘങ്ങൾ അവിടുന്ന് മാറിപ്പോകുവാനിടയാണ്. പോലെയുള്ള വെളിച്ചം പിന്നെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല നിലാവെളിച്ചമുള്ളപ്പോൾ പെട്ടെന്ന് കാർമേഘം മൂടി കഴിയുമ്പോൾ വെളിച്ചം മാറുന്നത് പോലെ ഇതുപോലെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കോടികളുടെ ആയാലും 10,000-ന്റെ ആയാലും ലക്ഷങ്ങളുടെ ആയാലും സകല പ്രശ്നങ്ങളും ഒരു ദൈവമക്കളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യാകുലപ്പെടുകയും അസ്വസ്ഥരാകുകയും. നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം കുറുക്കുവഴികൾ നോക്കാമോ അതിനൊന്ന് പരിഹരിപ്പാൻ ആദ്യം ആ കുറുക്കുവഴികൾ ഇന്ന് മുതൽ പൂർണ്ണമായി നിർത്തണം. ഏത് കിളകി മറിയുന്ന വിഷയമായിരുന്നാലും, നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിഷയമായിരുന്നാലും, മാനുഷികമായത് കേട്ടുകൊണ്ടിരുന്ന ഒരുപക്ഷെ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. അതിന്റെ മുമ്പിൽ നാം എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങ. അന്തരീക്ഷത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. ഭവനത്തിന്റെ അകത്തുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ദേഷ്യത്തോടെ കടന്നു വരുന്നവൻ വാക്കുകൾ പറഞ്ഞ് നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കാനുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പോരാടുന്ന അവൻ വ്യക്തികളിൽ പോരാടുന്നതിന് പിറകിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ ശാസിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. മിനിറ്റുകൊണ്ട് മാറ്റം വരും. അല്പസമയങ്ങൾ കഴിയുമ്പോൾ പഴയതുപോലെ അന്തരീക്ഷം നല്ല വെളിച്ചം പോലെയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. യേശുവിന്റെ ഞാനിന്ന് ഈ വ്യാഖ്യാനമുള്ള ബൈബിൾ എടുത്തതാണ്. അതിനകത്ത് പറയുന്ന പോലെ സൂക്ഷിക്കാന്ന് വിചാരിച്ചു. അതൊരു വഴിയെ പോയി ഞാൻ ദൈവാത്മാവ് അതിനകത്ത് എഴുതി ഈ പറയുന്ന കാര്യം എന്ത് ചെയ്തു? അതിനകത്ത് എഴുതിയത് വായിച്ചാൽ ആർക്കാട്ട് ദൈവം വെളിപ്പെടുത്തിക്കും. പക്ഷെ അതിനൊരു ദൈവസാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാരഥ്യം എന്തില്ല, വെളിപ്പെടുത്തും. പരിശുദ്ധ നമ്മൾ നിന്ന് കൊടുക്ക ആത്മാവ് സംസാരിക്കും. കൊടുക്കുമ്പോ നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല, കുറിച്ചു വെക്കുന്ന കേസല്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നമ്മുടെ ചിന്തകൾ ആണ്. യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് യേശുവിനോട് കൂടെയാ നടക്കുന്നെങ്കിലും യേശുവിന്റെ ദർശനത്തിനനുസരിച്ച് ശിഷ്യന്മാർ വളർന്നില്ല. യേശുവിന്റെ കൂടെയായിരുന്നു നടക്കും. പക്ഷെ യേശുവിന്റെ ദർശനവും ഇവർക്ക് ആ ദർശനത്തോളം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, വളരെയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് പരീശന്മാരുടെ കുറിച്ച് മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ വ്യാഖ്യാനം അതുമായിട്ട് ഒത്തുവന്നില്ല. യേശു പറയുന്നത് എന്താണെന്ന് ഗുണം നടന്നിട്ട് മനസ്സിലായി. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യമുണ്ട്, ചിലപ്പോൾ അവിടെ 12 വട്ടം ശേഷിച്ച് അപ്പം എടുക്കായികയായിരിക്കും കർത്താവ് പറയുന്നത്. യേശു ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ഈ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് യേശുവിന്റെ വെളിപ്പാടിനോട്, യേശുവിന്റെ കാഴ്ചപ്പാടിനോട്, യേശുവിന്റെ ദർശനത്തോട് ശിഷ്യന്മാർക്ക് ആ റേഞ്ചിലേക്ക് ഇവർക്കൊന്നും ആത്മമണ്ഡലം തുറന്നു കിട്ടിയില്ലെന്നാ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതിന് ന്യൂ ജനറേഷൻകാരും പുതിയ അവരൊക്കെ പറയും ആത്മമണ്ഡലം തുറക്കപ്പെടുന്നു, മറ്റൊരു തലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ ഒരു തലങ്ങളിലേക്ക് ഇവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞത് പരീശന്മാരുടെ പുളിച്ചമാവ് അവരുടെ ഉപദേശത്തെ കുറിച്ച് ശിഷ്യന്മാർ പറയുന്നത്. യേശു പറയുന്നത്
നമ്മളെ അപ്പം എടുക്കാത്തത് കൊണ്ട് നമ്മളെ വഴക്ക് പറയായിരിക്കും. അതുകൊണ്ടായിരിക്കും കർത്താവ് നമ്മളെ കുറിച്ച് ഈ കാര്യം പറയുന്നതാണ്. കണ്ടോ, യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ ദർശനത്തിനൊന്നല്ല നമ്മുടെ പോക്കെങ്കിൽ നമ്മുടെ കൂടെ നടന്നത് കൊണ്ട് കാര്യമില്ല. ആമേൻ. യേശുവിന്റെ കൂടെ നടന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷേ യേശുവിന്റെ ദർശനത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ആത്മമണ്ഡലങ്ങൾ തുറക്കണം. അങ്ങനെ വന്നാൽ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റും. നമ്മൾ പ്രശ്നങ്ങളെ കാണുന്ന അതേ നിലയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പ്രശ്നമുണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളെ നമ്മൾ കാണുന്നത് ലോകമനുഷ്യൻ കാണുന്നത് പോലെ അല്ല ഒരു ദൈവവേദിൽ കാണും. മനസ്സിലായോ? നമ്മളൊരു കാര്യം കാണുന്നത് ലോകമനുഷ്യൻ കാണുന്ന പോലെ അല്ല. ലോകമനുഷ്യൻ കാണുന്ന പോലെ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. പ്രതികരിച്ചാൽ ദൈവം ഇടപെടുകയും ദൈവകോപത്തിന് നമ്മളെ ഇടം കൊടുക്കണം. നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, അതിലേക്ക് പോകരുത്. ഒരു വിഷയത്തെ ദൈവം കാണുന്നത് എങ്ങനെയാണ്, അതേ നിലയിൽ ആ നിലയിലേക്ക് നമ്മുടെ മാനസിക നില മാറും. യോസഫിനെ ദൈവം കാണുന്നത് യോസഫ് കണ്ടതും അതേ നിലയാണ്. അതുകൊണ്ടാണ് യോസഫിന്റെ അന്ന സ്ഥലത്തൊക്കെയും അവൻ കൃതാർത്ഥനായി, ഒരിടത്തും പരാജയം വന്നില്ല. നമ്മളെല്ലാം ചിന്തിക്കും, സമൂഹവും ചുറ്റുപാടുള്ളവരെല്ലാം ചിന്തിക്കും, ആണ് അവൻ സ്വപ്നം കണ്ട ഇവൻ കാരാഗ്രഹത്തിൽ പൊട്ടക്കിണറ്റിൽ, ഇവന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ ഒഴിഞ്ഞ കാലമില്ല, ഇവനാണ് ഇവനെയാണ് നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, കറ്റകൾ എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ പോകുന്നു, നമസ്കരിക്കാം. ഇടം കിട്ടി വേറെ പണി വരുന്നു. എന്തോ അബദ്ധമാണ്, നീ ഏതോ തെറ്റിദ്ധാരണയുടെ മുഖത്ത് എന്ത് ചെയ്യുക, പോവുക. ഏതാണ്ട് മൂഢസ്വപ്നത്തിൽ അതേ പോകുന്നു. എടാ, ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നം കണ്ടവൻ നീ എന്താ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമെന്നാ നീ ചിന്തിക്കുന്നു. നിനക്ക് എന്താണ് പൊട്ടക്കിണറ്? ആമീൻ. അതുപോലെ തന്നെ നിന്റെ അപ്പൻ എന്നേക്കുമായി നിന്നെ മറന്നുപോയതുപോലെ നിന്റെ അപ്പന് വെളിപ്പാടുള്ളവനാ. നിന്റെ അപ്പന്റെ ദർശനം എന്താ നിന്നുപോയത്? അല്ലെങ്കിൽ നിന്റെ അപ്പന് നിന്നെ എവിടെയായിരുന്നാലും തേടിപ്പിടിച്ച് ചെന്ന് നിന്നെ കൊണ്ടുവരുമായിരുന്നു. എന്താണ് സഹോദരങ്ങൾ പറഞ്ഞ രക്തം? ആമീൻ. മനുഷ്യന്റെ രക്തമല്ല, ആമീൻ. ആടുകൾ മൃഗത്തിന്റെ രക്തം കണ്ടിട്ടും അപ്പനത് തിരിച്ചറിയാൻ കഴിയാഞ്ഞത് എന്താ? മനുഷ്യന്റെ രക്തവും ആടിന്റെ മൃഗങ്ങളുടെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമീൻ. അത് ഈ അപ്പൻ എന്താ തിരിച്ചറിയാൻ കഴിയാഞ്ഞത്? ആ കാലഘട്ടത്തിലൊക്കെ ദൈവം അത് മറച്ചു. അവന്റെ വെളിപ്പാടുകളൊക്കെ മറച്ചു. യാക്കോബിന് തന്നെ വെളിപ്പാടുള്ളവനാണ്, അതങ്ങ് മറച്ചു. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ യാക്കോബ് പോയി യോസഫിനെ എവിടുന്നായിരുന്നാലും കൊണ്ടുവന്നിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ യോസഫിനെ ആമീൻ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ പറയും, സഹോദരന്മാര് പറയും, അവന്റെ പരിപാടി നിന്നു. അവൻ വരുമ്പോ സ്വപ്നക്കാരൻ വരുന്നതാണ്. പക്ഷെ നമ്മൾ നോക്കിയാലും യോസഫിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ കൂമ്പാരം, പ്രശ്നങ്ങളുടെ കൂമ്പാരം. പൊത്തിഫാറിന്റെ ഭവനം കാരാഗ്രഹത്തിൽ രക്ഷപ്പെട്ടപ്പോഴാണ് വിഷയം. വേദപുസ്തക ഉപദേശം അനുസരിച്ച് ആമീൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറവല്ല, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനകത്തുനിന്നെല്ലാം ദൈവം നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കും. അതിനകത്തുനിന്നെല്ലാം നമ്മെ കാച്ചി ഒരുക്കിയെടുത്ത ആമീൻ വജ്രങ്ങൾ പോലെ നമ്മെ മാറ്റുകയും. അത് മറന്നു പോകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഏതാണ്ട് പിശാചിനെ അനുവദിക്കാതൊന്നും നമ്മുടെ അതിരിനെ തൊടാൻ ദൈവം സമ്മതിക്കുന്നില്ല. ഒരു പൈശാചിക മണ്ഡലമോ ഒരാഭിചാരമോ എനിക്കോ നിങ്ങൾക്കോ ഏൽക്കണമെങ്കിൽ സ്വർഗം പറയണം. ആമീൻ. അല്ലാതെ നമുക്കൊന്നും ഏൽക്കുകയില്ല. അത് ആമീൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങളെ തികഞ്ഞൊരു പൊന്നായി, നിങ്ങളൊരു മുത്തായി തീരുവാൻ ദൈവം അത് നിങ്ങളെ അനുവദിക്കുക. യോസഫിനെ കാണുന്നവരെല്ലാം പറയും, അവന്റെ സ്വപ്നം കണ്ടോ, ഇവനാണ്ട വല്ലാത്ത ദുർവിധിയാണ് ഇവൻ താണ്ട് തകർന്ന് തരിപ്പണമായി. ഇവനെ പൊട്ടക്കിണറ്, ആമീൻ. പൊട്ടക്കിണറിൽ നിന്ന് എന്താണ്? ആമീൻ അവനെ അടിമകളായി വിട്ടിരിക്കുന്നു. അവന്റെ സ്വപ്നങ്ങൾ കൊണ്ട് ലോകപ്രകാരം നമ്മൾ യോസഫിനെ വിലയിട്ടാൽ യോസഫിന്റെ സ്വപ്നത്തിന്റെ ശേഷമുള്ള യാത്രകൾ തകർച്ചയുടെ യാത്ര. ആമീൻ. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. അവൻ ഓരോ സ്റ്റെപ്പ് വളരുകയല്ല,
ഓരോ സ്റ്റെപ്പ് കീഴോട്ട് പോകുകയാണ്. ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാതെ നിങ്ങൾ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, വിദ്യാഭ്യാസപരമായി നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു വാഗ്ദത്തമുള്ള ദൈവവൈദ്യൻ ഭാരപ്പെടരുത്, പതറിപ്പോകരുത്. അതൊന്നും അവസാനമല്ല, അതിനപ്പുറത്തൊരു ദിവസമുണ്ട്. അന്ന് നിങ്ങളെ മാനിക്കേണ്ട വിധത്തിൽ ദൈവം മാനിച്ച് നിങ്ങളെ പ്രമുഖന്മാരോടുകൂടെ ഇരുത്തേണ്ട മേഖലകളിൽ ദൈവം നിങ്ങളെ ഇരുത്തി മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് മകൻ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, കഷ്ടങ്ങളെ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഇന്ന് മകൻ ബലമേറ്റെടുത്ത് ശക്തിപ്പെട്ട് പുതുക്കം പ്രാപിച്ച ഒരു വലിയ ഒരു ജീവിതത്തിലേക്ക് ഇന്ന് മകൻ നിങ്ങളുടെ വിഷൻ മാറട്ടെ. Hallelujah. Praise. നിങ്ങള് ദൈവങ്ങളെ അമേരിക്ക കണ്ടം പിടിച്ച മനുഷ്യൻ ആരാണ്? അദ്ദേഹത്തിന്റെ ഒരു പരാജയമാണ്. അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പരാജയപ്പെട്ട് ചെന്ന് കയറിയതാണ്. ഏത് ദേശം? അമേരിക്ക. ഉണ്ടോ? ഇതിന്റെ അർത്ഥം അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊന്നും എന്നല്ല, പരാജയമില്ല. മനുഷ്യന്റെ മുമ്പിൽ പരാജയമാണെങ്കിലും ലോകത്തിന്റെ മുമ്പിൽ വലിയൊരു രാജ്യമാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് അവരന്ന് കാലത്ത് വന്നു കയറിയപ്പോഴാണ് അവരുടെ കഴിഞ്ഞ ദിവസങ്ങൾ എന്തായിരുന്നു? അവരുടെ ദിവസമായിരുന്നു എന്തായിരുന്നു? താങ്ക്സ് ഗിവിംഗ്. എന്തായിരുന്നു? ഭയങ്കര ആഘോഷം. അതെന്താണ് അമേരിക്കക്കാരൊക്കെ ചെയ്യുന്നു, അതിന് മലയാളികളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നു. സ്വാതന്ത്ര്യം അതെന്തുകൊണ്ടായിരുന്നു? അവരുടെ പ്രത്യേകതയാണ്. നമുക്ക് വന്നപ്പോൾ കഴിക്കാൻ കിട്ടിയത് എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് പോലും ആമീൻ അവിടെ ഉണ്ടായിരുന്ന ഈ ഗിനിയല്ല ഗിരിരാജൻ കോഴി പോലുള്ളത്, അതായിരുന്നു അവർക്ക് കിട്ടിയ ആദ്യത്തെ ഭക്ഷണം. അതിനെ അവർ കറി വെച്ച് അവർ ഭക്ഷിച്ച് ആണ് അവരവിടെ പിടിച്ചത്. ആ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യുക? നന്ദി. നമ്മൾ നാലിയാ കരുട് മണ്ടയ്ക്ക് ഇരുന്നാലും എടുത്തില്ല. ഉണ്ടോ? നാലിയാ കരുടെ മണ്ടയ്ക്കായിരിക്കുന്നെങ്കിൽ നമുക്ക് എന്തിന് ബിരിയാണിച്ചാക്ക് വരാത്തിന്റെ ലീഡായിക്കോട്ടെ. അത് പറഞ്ഞിട്ട് താങ്ക്സ് ഗിവിംഗ് നമുക്ക് ഇല്ലല്ലേ? ഉണ്ടോ? സ്ഥിതികൾ മാറണം, കാഴ്ചപ്പാടുകൾ മാറണം, നമ്മുടെ രീതികൾ മാറണം. ആമീൻ. ഇന്ന് പകൽ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന യോസഫിന്റെ ഉള്ളിലെ പിക്ചർ, ആമീൻ, ദൈവത്തിന്റെ ഉള്ളിലെ പിക്ചർ. യോസഫ് ഒരു വലിയ മഹാസമുദ്രം പോലെ വലിയൊരു ജനതയായി വരുന്നതാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ളത്. അതുകൊണ്ടാണ് യോസഫിനെ ദൈവം എങ്ങനെ നടത്തിയത്? ആട്ടിൻകൂട്ടത്തെ. നമ്മുടെ വീട്ടുകാർ കാണുന്നതല്ല നമ്മളെ കുറിച്ചുള്ള പിക്ചർ ദൈവത്തിന്റെ. നമ്മളെ കുറിച്ചുള്ള പിക്ചർ വീട്ടുകാരുടെ നാട്ടുകാരുടെ പിക്ചർ അല്ല. അവർ പറയും ഇവർക്ക് ഒരു ഗതിയും പരഗതിയില്ലാണ്ട് സമുദായം വിട്ട് അത് വിട്ട് ഇത് വിട്ട് ഇവന്മാർ ഒരു ഗതിയില്ലാന്നോ? അതല്ല. അവര് പറയുന്ന പിക്ചറിലേക്ക് നിങ്ങൾ അവർ മുഴുവൻ പടം വരച്ച് കാണിച്ചാലും അത് വിശ്വസിക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ നീയോ എപ്പോഴേ തകരേണ്ടതാ. യോവനോട് തന്നെ സ്നേഹിതന്മാർ ജ്ഞാനികളാ, ഏലിഹുവൊക്കെ ജ്ഞാനികളാ. 7 ദിവസം രാവും പകലും ഈ 3 സ്നേഹിതന്മാർ വന്നിരുന്നു പറഞ്ഞ് ഇയ്യോബിന്റെ മനസ്സിനെ ഇടിച്ച് തകർന്ന് തരിപ്പണമാക്കി. എടാ ഇയ്യോബേ, നീ വലിയ പുലിയൊക്കെയാ, നീ നടക്കുമ്പോ മറ്റുള്ളവർ നിന്നെ ആദരിക്കും, നീ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവത്തും അത്ര ജ്ഞാനമാ നിന്റെ അകത്തുനിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗതി കണ്ടോ? ദൈവത്തെ സേവിച്ചവന്റെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടം വന്നിട്ടുണ്ടോ? ഇതുപോലെ പരിക്കൽ വന്നിട്ടുണ്ടോ? ആമീൻ. തലമുറകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബഹു സമ്പത്തിന്റെ ചില ദിവസങ്ങൾ കൊണ്ട് നിന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചിട്ടുണ്ടോ എന്ന് ഇയ്യോബിന്റെ സ്നേഹിതന്മാർ കൂടെ വന്ന് ചോദിക്കുക. അകന്നിരുന്നുണ്ടല്ല, ഫോണിക്കൂടല്ല. 7 രാത്രിയും പകലും ഒരുപോലെ കൂടെ വന്നിരുന്ന് ഉപവസിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാര് കഴിക്കുന്നു. ചോദിച്ച് ഇവ ഇയ്യോബിനെ തകർത്ത് തരിപ്പണമാക്കി. ഇയ്യോബ് ഇവരോട് എന്ത് ചെയ്യുക? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്,
എന്ന് പറഞ്ഞ് ഇയ്യോബ് ഒതുങ്ങിയോ? Praise the Lord. സ്തോത്രം സ്തോത്രം. ഇയ്യോബ് ഒതുങ്ങിയോ? ഇല്ല. ഇയ്യോബ് ഓരോ ദിവസം കഴിയുമ്പോൾ പറയാണ്, വൃക്ഷമായിരുന്ന അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. ഇയ്യോബ് പറയാണ്, വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്. അപ്പോഴും നിന്റെ വേഗം കൂടെ മൃഗമായിരിക്കുക. നീരൊക്കെ എന്നാ പ്രത്യാശ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ 6 പേര് ഞാൻ ചത്തുവിട്ടു. ഇയ്യോബ് പറയാണ്, വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. വെട്ടിയാലും എന്ത് ചെയ്യും? വിളർക്കും. വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ മതി. ഇതിന്റെ കൊമ്പുകൾ എത്ര പഴകിയാലും, ഇതിന്റെ കുറ്റി എത്ര വർഷം പഴകിയാലും, വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ ഇത് തീർക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അകത്ത് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം. നിങ്ങളുടെ അകത്ത് തന്നെ ഒരു ബലമുണ്ടാകണം. നിങ്ങളുടെ അകത്ത് തന്നെ ഒരു ശക്തി ആവരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളുടെ ആത്മാവിനോട് പറയണം, ഇല്ല, നമ്മൾ തളരുകയില്ല, ക്ഷീണിക്കുകയില്ല. ഇന്നത്തെ സ്ഥിതി മാറും, സാഹചര്യങ്ങൾ മാറും, ഇന്നത്തെ അവസ്ഥ മാറും എന്നും പരിതാപം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇയ്യോബ് അവരുടെ കൂടെ നിന്നും പരിതാപം പറഞ്ഞിരുന്നെങ്കിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു. അവർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജാമ്യക്കാരൻ എവിടെ? ഉയരത്തിലുണ്ട്. എന്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. അത് മാത്രമല്ല, ഈ ഞാൻ ദേഹരഹിതനായിട്ടല്ല, അത് അന്യ കണ്ടുകൊണ്ടല്ല, ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ ശക്തിപ്പെടണം. ഇന്നുള്ള സ്ഥിതിയും സാഹചര്യങ്ങളും, നിനക്കെതിരെയുള്ള ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും, നിന്നെ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒക്കെ ഇന്ന് പകൽ അതൊക്കെ മാറ്റിയിട്ട് ഇന്ന് പകൽ പറയണം, ഇതൊന്നും സാരമില്ല. ദൈവം എന്നെ കുറിച്ച് കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ദൈവം എന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന പ്ലാനും പദ്ധതിയും വലുതാണ്. ഞാൻ ആ പദ്ധതിയിലേക്ക് ചെന്നെത്തിയിരിക്കും. ആരതിനെതിരായിരുന്നാലും, ലോകം എനിക്ക് അനുകൂലമല്ലെങ്കിലും, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലെങ്കിലും, സന്ദർഭങ്ങൾ എനിക്ക് അനുകൂലമല്ലെങ്കിലും, എന്റെ ഭവനം എനിക്ക് അനുകൂലമല്ലെങ്കിലും, ദൈവം എന്നെ ആ വഴിയിൽ എത്തിക്കും. നമ്മുടെ സ്ഥിതികൾ മാറട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമാരാ? അടുത്ത വാക്യം പറഞ്ഞത്, സകല കാര്യവും നിർവഹിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഈ ഉറപ്പ് പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ദൈവസനെ സാക്ഷി സ്ഥാപിക്കും.